ഹായ് ഓൾ, ആപ്പിൾ ബി അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ റേഷ്യോ അനാലിസിസിനെ കുറിച്ചിട്ടാണ്. സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് സ്ഥിരമായിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടെന്നുള്ളതാണ്. അത് ഇക്വേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ജൂൺ 2024 ക്വസ്റ്റ്യൻ എടുത്ത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ഇൻഫർമേഷൻ തന്നിട്ട്, അതായത് നമുക്കറിയാം ലാസ്റ്റ് നമുക്ക് 2 കോംപ്രിഹെൻഷനാണ്, അതിൽ ഒരു പെർട്ടിക്കുലർ കോംപ്രിഹെൻഷൻ പോലെ അതിൽ ഇൻഫർമേഷൻസ് തന്നിട്ട് അത് റിലേറ്റ് ചെയ്ത് 5 വാല്യൂസാണ് റേഷ്യോ അനാലിസിസിൽ നിന്ന് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചത്. സോ ഒരു ടോപ്പിക്കിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിച്ചിരുന്നത് എന്നുള്ളതാണ്. സോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ജൂൺ 2024 നമ്മളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ കറന്റ് റേഷ്യോ ഓഫ് എ കമ്പനി ഈസ് 2:1. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സജഷൻസ് വുഡ് ഇംപ്രൂവ് ദ കറന്റ് റേഷ്യോ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് കറണ്ട് റേഷ്യോ എന്നുള്ളൊരു ബേസിക് ധാരണ നമുക്കുണ്ടായിരിക്കണം. അതായത് കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം, ഇക്വേഷൻസ് അറിയണം. ശരിക്കും പറഞ്ഞാൽ ഇത് നോക്കുമ്പോൾ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ടും ആണ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ കറണ്ട് റേഷ്യോയെ എങ്ങനെ ചെയ്യണം എന്നറിയാവുന്ന ആൾക്കാർക്ക് ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഓരോ ഓപ്ഷൻസും നമുക്ക് ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യാം. നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്. Purchase of a stock for cash, cash collection from debtors, pay a current liability and D purchase of fixed asset. So ഈ 4 ഓപ്ഷൻസും നമുക്ക് ഓരോന്നും ക്ലിയർ ആയിട്ട് നോക്കാം. So starting with the first one, purchase of stock for cash. So purchase of stock for cash എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാണ് ഫോർ ക്യാഷിന്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു കറണ്ട് അസറ്റ് ആണ്. ക്യാഷ് എന്ന് പറയുന്നതും എന്താണ്? ഒരു കറണ്ട് അസറ്റ് ആണ്. സോ ഈ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന 2 കാര്യങ്ങളും എന്താണ്? കറണ്ട് അസറ്റ് ആണ്. ആൻഡ് ഇവിടെ എന്താ സംഭവിക്കുന്നത്? പർച്ചേസ് ഓഫ് സ്റ്റോക്ക്. നിങ്ങൾ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന സ്റ്റോക്കിൽ നിന്ന് അത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ. ആൻഡ് അറ്റ് ദ സെയിം ടൈം നിങ്ങളിത് പർച്ചേസ് ചെയ്തപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ക്യാഷ് കൊടുത്താൽ പർച്ചേസ് ചെയ്തേ, അപ്പൊ ആ ക്യാഷ് കുറയും. അപ്പം ഇത് സെയിം എമൗണ്ട് ആയിരിക്കും അല്ലെ? നിങ്ങൾക്ക് എത്ര എമൗണ്ടിന്റെ സ്റ്റോക്ക് കൂടിയോ അത്ര എമൗണ്ടിന്റെ ക്യാഷ് ആയിരിക്കും കുറയുക. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടാവുന്നുണ്ടോ? നമുക്ക് എഫക്റ്റ് ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പൊ കറണ്ട് റേഷ്യോ നമ്മൾ 2:1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഡസ് ഇറ്റ് മീൻ? 2:1 എന്ന് പറഞ്ഞാൽ കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ നമുക്കറിയാം, കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. അതായത് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റിയുടെ ഇരട്ടി ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ മീനിങ്. സോ നമുക്ക് ആ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ നമുക്ക് ആഡ് ചെയ്യാം. സോ ലെറ്റ്സ് സീ, ഞാനിപ്പോൾ ഒരു കറണ്ട് റേഷ്യോ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരു 2000 എടുക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ കറണ്ട് ലയബിലിറ്റി 1000 വരണം അല്ലേ? നോക്കി 2:1 റേഷ്യോയിൽ തന്നെ വന്നില്ലേ? സോ ദാറ്റ്സ് എ തിങ്. സോ ഇവിടെ നമുക്ക് ഇനി ഈ ഒരു കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. ഇതായിരുന്നു നമ്മുടെ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. 2000 and 1000 ആയിരുന്നു നമ്മുടെ കറണ്ട് അസറ്റ് ആൻഡ് ലയബിലിറ്റി എങ്കിൽ നമ്മൾ സ്റ്റോക്ക് പർച്ചേസ് ചെയ്തു. സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ദിസ് ഇസ് കറണ്ട് അസറ്റ് ആൻഡ് ദിസ് ഇസ് കറണ്ട് ലയബിലിറ്റി. സോ സ്റ്റോക്ക് പർച്ചേസ് ചെയ്തപ്പോൾ കറണ്ട് അസറ്റിൽ അത്രത്തോളം ഇൻക്രീസ് വന്നു. ഓക്കെ, 2000 നമ്മളൊരു 500 രൂപയുടെ സ്റ്റോക്കാണ് വാങ്ങിച്ചെങ്കിൽ 500 രൂപയ്ക്ക് സ്റ്റോക്ക് കൂടി. പക്ഷെ അതേ സമയം എന്ത് സംഭവിച്ചു? നമ്മൾ എന്ത് ഉപയോഗിച്ച? ക്യാഷ് ഉപയോഗിച്ചല്ലേ പർച്ചേസ് ചെയ്തേ. അപ്പൊ 500 രൂപ ക്യാഷ് ഇവിടുന്ന് കുറയുകയും ചെയ്തു. അപ്പം സ്റ്റോക്ക് വന്നു, പക്ഷെ അതിന് തുല്യമായിട്ടുള്ള ക്യാഷ് പോവുകയും ചെയ്തു. സോ ഈ ഒരു ഇക്വേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് വരുമോ? 500 കൂടി 500 കുറഞ്ഞു. സോ പ്രത്യേകിച്ച് യാതൊരുവിധ എഫക്റ്റും അവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. സോ തിരിച്ച് വീണ്ടും 2:1 അല്ലെങ്കിൽ 2/1 എന്നുള്ളതിലേക്ക് തന്നെ അത് തിരിച്ചു വരും എന്നുള്ളതാണ്. സോ ഫസ്റ്റ് സിറ്റുവേഷൻ, പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. ഇവിടെ കറണ്ട് റേഷ്യോ ഇംപ്രൂവ് ചെയ്യുന്നില്ല, കറണ്ട് റേഷ്യോ ഡിക്രീസ് ചെയ്യുന്നില്ല. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സിറ്റുവേഷൻ. സോ നമുക്ക് ഇനി സെക്കൻഡ് സിറ്റുവേഷൻ നോക്കാം. സോ ഓപ്ഷൻ ബിയിലേക്ക് നോക്കിക്കേ, ക്യാഷ് കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സ്. ഇവിടെ നമ്മുടെ ഐറ്റംസ് ഏതൊക്കെയാണ്? ക്യാഷ് ആൻഡ് ഡെറ്റേഴ്സ്. ഇതും ക്യാഷ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ആണ്, ഡെറ്റേഴ്സ് എന്ന് പറയുന്നതും കറണ്ട് അസറ്റ് ആണ്. ഓക്കെ, അതായത് നമുക്ക് എന്ത് ചെയ്തു? നമുക്ക് ഡെറ്റേഴ്സിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്ത് കിട്ടിയെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ഡെറ്റേഴ്സിന്റെ എമൗണ്ട് കുറയുകയും ആ സെയിം എമൗണ്ട് നമുക്ക് ക്യാഷിൽ കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. സോ ഇവിടെ കൂടുകയും ഇവിടെ കുറയുകയും, അത് സെയിം എമൗണ്ട് ആണ്. ഇപ്പൊ 5000 ആണ് നിങ്ങൾക്ക് ഡെറ്റേഴ്സിൽ നിന്ന് കിട്ടിയെങ്കിൽ 5000 ഡെറ്റേഴ്സിന്റെ എമൗണ്ട് കുറയും, പക്ഷെ 5000 ക്യാഷിന്റെ എമൗണ്ട് കൂടും. കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. സോ ഈ സാഹചര്യത്തിൽ നമുക്ക് എന്താണ്?
നോ എഫക്റ്റ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ്? ബിക്കോസ് ഈ ട്രാൻസാക്ഷനിലുള്ള രണ്ട് ഐറ്റവും കറണ്ട് അസറ്റ് ആണ് ആൻഡ് ആ സെയിം എമൗണ്ട് കൂടുകയും കുറയുകയും ചെയ്യുക. നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെയുള്ള സെയിം സാഹചര്യമാണ് ഇവിടെയും സംഭവിക്കുന്നത്. സോ ദർ ഇസ് നോ എഫക്റ്റ്. ഓക്കെ, സോ ഓപ്ഷൻ സിയിലേക്ക് വരികയാണെങ്കിൽ പേ എ കറണ്ട് ലയബിലിറ്റി. നമ്മളൊരു കറണ്ട് ലയബിലിറ്റി പേ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ പേ ഈസ് അബൌട്ട് ലൈക്ക് അല്ലേ, നമ്മൾ ക്യാഷ് കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ബാങ്ക് ത്രൂ പേയ്മെന്റ് നടത്തുന്നു. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? പേ ചെയ്യുമ്പോൾ നമ്മുടെ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് കുറയും. ഓക്കെ, നമ്മൾ ക്യാഷ് ആയിരിക്കാം, ക്യാഷിലാണ് കൊടുക്കുന്നതെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്യാഷ് എന്ന് പറയുന്ന ഐറ്റം കുറയുകയാണ്. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് കറണ്ട് ലയബിലിറ്റി? നിങ്ങളുടെ കറണ്ട് ലയബിലിറ്റി, നിങ്ങളുടെ ബാധ്യത നിങ്ങൾ കൊടുത്തു തീർക്കുകയാണ്. സോ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നിങ്ങളുടെ ലയബിലിറ്റിയും കുറയും, കറണ്ട് ലയബിലിറ്റിയും കുറയും. ഇവിടെ നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത രണ്ട് കാര്യങ്ങളിലും, രണ്ട് ഓപ്ഷൻസിലും കറണ്ട് അസറ്റിൽ വരുന്ന എഫക്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു കറണ്ട് അസറ്റ് കുറയുകയും ഒരു കറണ്ട് അസറ്റ് കൂടുകയുമാണ് ആ രണ്ട് ഓപ്ഷൻസിലും ചെയ്തത്. അപ്പോൾ പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കറണ്ട് അസറ്റ് കുറയുകയും കറണ്ട് ലയബിലിറ്റിയും കുറയുന്നുണ്ട്. സോ നമുക്ക് നമ്മുടെ പ്രോബ്ലം അല്ലെങ്കിൽ ആ ഇക്വേഷൻ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഇതിനെ ഡീൽ ചെയ്യാം. സോ കറണ്ട് റേഷ്യോ നമുക്ക് ഓൾറെഡി അറിയാം, കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. സോ ഞാൻ തൊട്ട് മുമ്പ് എടുത്ത പോലെ തന്നെ കറണ്ട് അസറ്റിന്റെ വാല്യൂ ഞാൻ 2000 എന്ന് എടുക്കുന്നു ആൻഡ് കറണ്ട് ലയബിലിറ്റി 1000 എന്ന് എടുക്കുന്നു. ഇതായിരുന്നു നമ്മുടെ പഴയ കറണ്ട് റേഷ്യോയുടെ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ ഒരു കറണ്ട് ലയബിലിറ്റി പേ ചെയ്തു. സോ ഞാൻ ആ ഒരു കറണ്ട് ലയബിലിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒരു 500 എന്ന് എടുക്കുന്നു. ഓക്കെ, 500 രൂപ കറണ്ട് ലയബിലിറ്റി ആണ് നമ്മൾ കൊടുത്തു തീർത്തത്. സോ അങ്ങനെയാണെങ്കിൽ ഇതിൽ എന്താ വ്യത്യാസം വരാൻ പോകുന്നത്? കറണ്ട് അസറ്റ് എത്ര കുറയും? 500 കുറയും. കാരണം എന്താ? ക്യാഷ് ആയിട്ട് നമ്മൾ 500 കൊടുത്തു. അറ്റ് ദ സെയിം ടൈം കറണ്ട് ലയബിലിറ്റിയും എന്ത് ചെയ്യും? ക്യാഷ് ആയിട്ട് കറണ്ട് ലയബിലിറ്റി നമ്മുടെ കുറയാണ് ചെയ്യുന്നത്. സോ എങ്ങനെ വരും? 2000 മൈനസ് 500 വിച്ച് ഇസ് 1500 ഡിവൈഡഡ് ബൈ 1000 മൈനസ് 500 വിച്ച് ഇസ് 500. 5 3s are 15. സോ നമ്മുടെ ന്യൂ കറണ്ട് റേഷ്യോ നോക്കിയേ, 3:1. സോ 2:1 ആയിരുന്ന കറണ്ട് റേഷ്യോ 3:1 ആയിട്ട് മാറി. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കറണ്ട് റേഷ്യോ എന്താ ചെയ്തേ? ഇംപ്രൂവ് ചെയ്യാണ് ചെയ്തത്. നമ്മുടെ ക്വസ്റ്റനും അതായിരുന്നു, ഇതിൽ ഏത് സാഹചര്യത്തിലാണ് കറണ്ട് റേഷ്യോ ഇംപ്രൂവ് ചെയ്യുന്നത്? സോ അതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി തന്നെയാണ് വരുന്നത്, പേ കറണ്ട് ലയബിലിറ്റി ദാറ്റ് ഈസ് 3:1. അപ്പം ഇത് എങ്ങനെ വന്നു എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മളോട് ഇത്തരത്തിൽ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പം ഇത് നമുക്ക് വളരെ ഡയറക്ട്ലി നമുക്കിപ്പോൾ കുറച്ചെണ്ണം ചെയ്ത് പഠിച്ചാൽ നമുക്ക് വളരെ ഈസിലി പറയാമായിരിക്കും. സോ ചിലതിൻ്റെയൊക്കെ കോൺസെപ്റ്റിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ അതൊന്ന് ചെയ്ത് നോക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്തൊരു ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കത് ഡീൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. എനിവേ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ സി ആണ്. ബിക്കോസ് ഇവിടെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയാണ്, ഒരേ കാര്യങ്ങളിലല്ല മാറ്റം വരുന്നത്. ആൻഡ് നമ്മളത് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ശരിയാണ്, ഇവിടെ കറണ്ട് റേഷ്യോ ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്തത്. സോ എനിവേ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. സ്റ്റിൽ നമുക്ക് ഓപ്ഷൻ ഡിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൂടി നോക്കാം. സോ മൂവിങ് ടു ദ ലാസ്റ്റ് ഓപ്ഷൻ, പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ഇവിടെ പർച്ചേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കതിനെ ക്യാഷ് ആയിട്ട് തന്നെ കണക്കാക്കാം. അതായത് ക്യാഷ് യൂസ് ചെയ്താണ് നമ്മൾ ഈ ഒരു പേയ്മെന്റ് കൊടുത്തതെന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ഇവിടെ വന്നിരിക്കുന്നത് ഫിക്സഡ് അസറ്റുമാണ്. ഓക്കെ, സോ ക്യാഷ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കറണ്ട് അസറ്റാണ്. ഫിക്സഡ് അസറ്റ് കറണ്ട് റേഷ്യോ ആയിട്ട് പ്രത്യേകിച്ച് യാതൊരുവിധ റിലേഷനും ഇല്ല. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ട്രാൻസാക്ഷനിൽ എന്താ കറണ്ട് റേഷ്യോയ്ക്ക് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ഇതിനൊരു എമൗണ്ട് കൊടുക്കാം. ഫിക്സഡ് അസറ്റ് നമുക്ക് നേരത്തെ എടുത്ത സെയിം എമൗണ്ട് തന്നെ കൊടുക്കാം, 500 രൂപ. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടി മാത്രം ഒരു വാല്യൂ ഇട്ടതാണ് കേട്ടോ. സോ മുമ്പത്തെ അതേ കോൺസെപ്റ്റിൽ തന്നെ ഞാൻ പോകുന്നു. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്രയായിരുന്നു? 2000 ആയിരുന്നു. ആൻഡ് നമ്മുടെ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 1000 ആയിരുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ബേസിക്കലി എടുത്ത കോൺസെപ്റ്റ്. അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷനിൽ എന്താ സംഭവിച്ചത്? നമ്മൾ 500 രൂപയുടെ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്തു. സോ എന്തിലാ മാറ്റം വരുന്നത്? കറണ്ട് അസറ്റിൽ ഒരു 500 രൂപ കുറയും. ശരിയല്ലേ? ഇനി ഫിക്സഡ് അസറ്റിന് കറണ്ട് റേഷ്യോയിൽ പ്രാധാന്യമില്ല, അതുകൊണ്ട് നമ്മൾ ആ ഒരു എമൗണ്ട് ഇവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ ആകെ ഇവിടെ വ്യത്യാസം വരുന്നത് കറണ്ട് അസറ്റിലാണ്. സോ നമ്മൾ കറണ്ട് റേഷ്യോ എടുക്കുമ്പോൾ 2000 മൈനസ് 500 ദാറ്റ് ഇസ് 1500 ഡിവൈഡഡ് ബൈ 1000 എന്ന് വരും. ഓക്കെ, ആൻഡ് നമുക്കിത് ക്യാൻസൽ ചെയ്യാം. 5 2s are 10, 5 3s are 15. സോ 3/2 എന്ന് പറയുമ്പോൾ 1.5:1. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മുടെ കറണ്ട് റേഷ്യോ എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. ഓക്കെ, സോ ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്ത സാഹചര്യത്തിൽ നമ്മുടെ കറണ്ട് റേഷ്യോ ഇവിടെ
ഡിക്രീസ് ചെയ്യാണ് ചെയ്തത്. കാരണം ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുമ്പോൾ അതിന് കറണ്ട് റേഷ്യോയിൽ എഫക്റ്റ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ ക്യാഷ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്ത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എമൗണ്ടിനുള്ള കറണ്ട് അസറ്റ് കുറയും, അല്ലെങ്കിൽ ക്യാഷ് കുറയും. സോ നമ്മൾ 2000 ആയിരുന്ന നമ്മുടെ കറണ്ട് അസറ്റ് 500 കുറഞ്ഞു. സോ നമ്മുടെ കറണ്ട് അസറ്റ് എത്ര വന്നു? 1500 വന്നു. കറണ്ട് ലയബിലിറ്റിയിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. സോ 1500/1000 എന്ന് വന്നു. സോ വിച്ച് ഇസ് 1.5:1. കറണ്ട് റേഷ്യോ എന്ത് ചെയ്തു? കുറഞ്ഞു. ഓക്കെ.
സോ എനിവേ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടെത്തിയിരുന്നു, വിച്ച് ഇസ് ഓപ്ഷൻ സി. എപ്പോഴാണ് കറണ്ട് റേഷ്യോയിൽ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്നത്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് പല രീതിയിൽ ഈ ഒരു ക്വസ്റ്റൻ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ വേണമെങ്കിൽ ഒരു മാച്ച് ദ ഫോളോയിങ് പോലെ ചോദിക്കാം. കറണ്ട് റേഷ്യോനെ കുറിച്ച് ഒരു സൈഡിൽ തരുന്നു, കറണ്ട് റേഷ്യോ 2:1 ആണ്. പല സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ABCD എന്നുള്ളിടത്ത് ഇപ്പം കറണ്ട് അസറ്റ് കൂടി, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്തു, അതല്ലെങ്കിൽ എന്തെങ്കിലും ലയബിലിറ്റി പേ ചെയ്തു, അങ്ങനെ പല ഓപ്ഷൻസ് തന്നിട്ട് ലിസ്റ്റ് 2 നോ ചേഞ്ച്, റെഡ്യൂസ്, ഇൻക്രീസ് റേഷ്യോ എന്നൊക്കെ പറഞ്ഞ് പല ഫോമിലുള്ള ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ വളരെ ഇൻറ്റൻസ് ആയിട്ട് പഠിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഈ തരത്തിലുള്ള മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിലാണ് അവർ ചോദിക്കുന്നത് എന്നുള്ളത്. സോ അതേപോലെ തന്നെ ജൂൺ 2024 നമ്മളോട് ഈ റേഷ്യോ അനാലിസിസിൽ നിന്ന് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വാട്ട് വിൽ ബി ദ ഡിവിഡൻഡ് പെർ ഷെയർ ഓഫ് റോഹ്താസ് ഇൻഡസ്ട്രീസ് ഫോർ ദ ഇയർ ഓഫ് 2024 given following information about the company. സോ ഇവിടെ നമുക്ക് EPS-നെ കുറിച്ചും DPS-നെ കുറിച്ചും പേ ഔട്ട് റേഷ്യോനെ കുറിച്ചും അഡ്ജസ്റ്റ് റേറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. സോ ഇത് യൂസ് ചെയ്ത് നമ്മളോട് ഈ പറയുന്ന വാല്യൂ ഡിവിഡൻഡ് പെർ ഷെയർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റൻ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ ഇക്വേഷൻസ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആൻഡ് അത് നമ്മൾ പ്രാക്ടീസും ചെയ്ത് നോക്കിയാലാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റനിലേക്ക് എത്താനായിട്ട് സാധിക്കുക. സോ ഈ ഒരു ക്വസ്റ്റൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഓൾറെഡി ആപ്പിൾബിയുടെ LMS-ൽ ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ജസ്റ്റ് 1-2 ക്വസ്റ്റൻസ് നോക്കി ആ ഒരു ടോപ്പിക്ക് പഠിക്കുന്നതുകൊണ്ട് ആ ഒരു പഠനം പൂർണ്ണമാകുന്നില്ല. നമ്മൾ കൃത്യമായിട്ട് ഒരു ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതറിഞ്ഞ് വേണം നമ്മൾ പഠിക്കാനായിട്ട്. സോ പഠിക്കുക എന്നതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. സോ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഡീൽ ചെയ്യുമ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റനും നമ്മൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സോ നെക്സ്റ്റ് ടൈം നിങ്ങളോട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ടൈപ്പിലോ അല്ലെങ്കിൽ ഞാനിപ്പോൾ തൊട്ട് നിങ്ങളെ കാണിച്ച ക്വസ്റ്റ്യൻസോ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മുമ്പോട്ട് വരിക. സോ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ആപ്പിൾബി അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക. സോ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു ടോപ്പിക്ക് മനസ്സിലാക്കുകയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതൊക്കെ തരത്തിൽ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ത്രൂ ആയിരിക്കും നമ്മൾ പഠിച്ചു പോവുക. സോ നിങ്ങൾ നെറ്റ് പോലൊരു എക്സാമിന് വളരെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ക്ലാസ് റൂം കോച്ചിങ്ങുകൾ നമ്മൾ ആപ്പിൾബി അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ പാലാ ഏരിയയിലാണ് നമ്മുടെ കോച്ചിങ് സെൻറ്റർ ഉള്ളത്. സോ നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ക്വസ്റ്റ്യൻസ് നമുക്ക് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അതായത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ക്ലാസ്സിനോടൊപ്പം ഡിസ്കസ് ചെയ്യും, അതോടൊപ്പം നമ്മൾ മാക്സിമം ടെസ്റ്റ് പേപ്പേഴ്സ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. സോ നമ്മളൊരു കാര്യം പഠിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങളതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തിയെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ പറ്റുന്നത്രയും ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി നമ്മൾ ആ ടോപ്പിക്കിനെ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും എന്നൊരു ഐഡിയ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ ഫൈനൽ റിസൾട്ടിലേക്ക് അത് എത്തിക്കില്ല എന്നുള്ളതാണ്. സോ അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് വന്ന് പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾബി അക്കാഡമിയിലേക്ക് വന്ന് ജോയിൻ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് മറ്റ് പല കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും രീതിയിൽ വർക്ക് ചെയ്യുന്നവരാണ്, മറ്റേതെങ്കിലും BEd പോലുള്ള കോഴ്സുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സുകളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, ഫുൾ ടൈം അവൈലബിൾ ആകാൻ സാധിക്കില്ല, അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾബി അക്കാഡമിയുടെ ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് 24/7 യൂസ് ചെയ്യാൻ സാധിക്കുന്ന LMS പ്ലാറ്റ്ഫോം അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങളുടെ വർക്കിംഗ് ടൈം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള മറ്റ് കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. സോ നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രീ റെക്കോർഡഡ് വീഡിയോസുകളുണ്ട്. അതോടൊപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നമ്മൾ പോകുന്നുണ്ട്. ഇതോടൊപ്പം നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് എന്തുകൊണ്ട് എപ്പോഴും എടുത്തു പറയുന്നു എന്ന് ചോദിച്ചാൽ പഠിക്കുന്നത് പോലെ എത്രത്തോളം പ്രാധാന്യം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ടിനും ഉള്ളതുകൊണ്ടാണ്. സോ ടൈം ബേസ്ഡ് ടെസ്റ്റ് പേപ്പേഴ്സ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. സോ NTA എക്സാമിന് സിമിലർ ആയിട്ടുള്ള പാറ്റേൺ, ആ ഒരു സോഫ്റ്റ്വെയർ റിലേറ്റഡ് പാറ്റേൺ തന്നെയാണ് നമ്മൾ LMS-ലും യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ആ ഒരു ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ UGC നെറ്റ് എക്സാം പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫെമിലിയാരിറ്റി കിട്ടും. ക്വസ്റ്റ്യൻസ് വരുന്ന രീതി, ആ ഒരു പാറ്റേൺ, അതുപോലെ ടൈം ബേസ്ഡ് ടെസ്റ്റ് പേപ്പേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കൃത്യ ടൈമിന് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇതോടൊപ്പം നിങ്ങൾക്ക് ലൈവ് സെഷൻസും അവൈലബിൾ ആണ്. സോ നമുക്ക് ഇൻട്രാക്ട് ചെയ്ത് കോൺസെപ്റ്റിലൊക്കെ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്താനും നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് ചോദിക്കാനും ഒക്കെ അവിടെ ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് ക്ലാരിഫൈ ചെയ്യാൻ വാട്സപ്പ് ത്രൂ ക്ലാരിഫൈ ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾ വളരെ ഡിറ്റർമിൻഡ് ആയിട്ട് UGC നെറ്റ് പോലൊരു കോഴ്സിന് പഠിക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആപ്പിൾബി അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു ഫോർ ലിസണിങ്. ബൈ.